പോസ്റ്റ് മണ്ടയ്ക്ക് ഞാൻ ലൈറ്റിങ്ങനെ ഫിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു ഓട്ടോ വന്നൊരു ഒറ്റയിടി എന്റെ 7 തീർപ്പിച്ചങ്ങ്. ഞാൻ പിന്നെ നെഞ്ചു ഇറങ്ങി താഴെ ഇറങ്ങി എന്റെ നെഞ്ചു നീറി ഞാൻ ഒരു കല്ലെടുത്ത് എറിയാനായി. ഇത് ഏതവനാണെന്ന് അറിയണ്ടേ? ഒരു കല്ലെടുത്ത് എറിയാൻ അങ്ങോട്ട് ഊങ്ങിയപ്പം ആട്ടോയുടെ ബാക്കിൽ എഴുതിയിട്ടേക്കുന്നു, ഉപദ്രവിക്കരുത്, ഈ പാപം പൊയ്ക്കോട്ടെ. ഇവന്റെ ബാക്കിൽ എഴുതുന്ന ഓട്ടോയുടെ. ഇവനെ പിന്നെ എന്തോ ചെയ്യണം അമ്മ? അവനൊന്നും ചെയ്യണ്ട. എന്റെ കുഞ്ഞുമക്കളിഞ്ഞു വാ, ഇനി വാ മക്കള്. അമ്മമാരുടെ അടുത്ത് ഇരിക്കും മക്കളെ. സംസാരമൊക്കെ പിന്നെ ഈ ചടങ്ങ് കഴിയട്ടമ്മ, ഇത് സംസാരിക്കാം. എടാ പിള്ളേരല്ലേടാ അമ്മ. ഇത് അല്ലല്ല, ഞാൻ എന്റെ അമ്മൂമ്മയെ കണക്കേ കണ്ടിട്ടുള്ളൂ. ചോദിക്കട്ടെന്ന എന്തോ ചോദിക്കാം. ഞാൻ എന്റെ അച്ഛന്റെ അമ്മയെ കണക്കേ കണ്ടിട്ടുള്ളൂ. വേണ്ടെന്ന്, അത് അമ്മ സംസാരിക്കണ്ടമ്മ, ഇത് തുടങ്ങട്ടമ്മ. പിള്ളേരുടെ 2 വാക്ക് പറയട്ടെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. എന്നാ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മതി. മക്കളെ നീ ഏതടാ? അമ്മ ഞാൻ പറഞ്ഞാമ്പളല്ല, രായന്റെ മോമ്മ. പറഞ്ഞാമ്പളല്ലോ രായന്റെ പാട്ടുകാരൻ ബാബു തന്നെയാ രായന്റെ മോന്. തന്നെ അമ്മ. പക്ഷെ നിന്നെ കാണാനേ കറക്റ്റാ പാട്ടുകാരൻ ബാബുവിനെ പോലെ തന്നെ. അവന്റെ കണ്ണും അവന്റെ ചുണ്ടും അവനെ വാർത്ത് വെച്ചേക്കും പോലെ. അല്ലടാ, ഞാൻ അമ്മയുടെ 5 മിനിറ്റ് സംസാരിക്കട്ടെ. നിന്റെ അമ്മയെ പോരാന്ന് അല്ല, ആട്ടോ തണലത്തോട്ട് അമ്മയുടെ സംസാരിച്ചിട്ട് പോടാ. അടുത്ത കർക്കിടകത്തിലെങ്കിലും അങ്ങ് പോവോ? പോകും നിന്റെ അപ്പ രായൻ സംസാരിച്ചിട്ട് പോടാ. 5 മിനിറ്റ് സംസാരിച്ചിട്ട് പോടാ. വേണ്ടെന്ന് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. മക്കളെ ചടങ്ങ് തുടങ്ങാം. ചടങ്ങ് പെമ്പത്തിനെ കൊണ്ടുപോവാ. എന്റെ പൊന്നുമക്കളിഞ്ഞു വാ. മോളെ ഏട്ടാ വയറുന്ന അനങ്ങല്ലേ മോളെ? വയറുന്ന അനങ്ങല്ലേ? വയറണങ്ങല്ലേ? എടാ നിനക്ക് കേൾക്കണോ? 8ാം മാസത്തിൽ എന്റെ അമ്മ ഉത്തമനെ ഞാൻ വഹിച്ചു കിട്ടുകൊണ്ട് ഇവിടത്തെ വീട്ടിലെ ജോലി കംപ്ലീറ്റ് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ മുറ്റം തൂക്കുമായിരുന്നു, പാത്രം കഴിവായിരുന്നു. ഇതിന് സകലമാന വീട്ടിൽ പോയി അരി വരെ ഞാനാണ് അടിച്ചു കൊടുക്കുന്നത് എന്റെ ഉത്തമനെ വഹിച്ചു കിട്ടുകൊണ്ട്. ശരിയാന്ന് അമ്മ, എനിക്കറിയാം അതൊക്കെ, എനിക്കറിയാം അമ്മ. അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്, സത്യം. 8ാമത്തെ മാസത്തിലും അമ്മ എല്ലായിടത്തും ജോലിക്ക് വരാൻ, അരി ഇടിക്കാനും തേങ്ങാ പുതിപ്പ് വയ്ക്കാനും എല്ലാ കാര്യങ്ങൾക്കും അമ്മ ഇങ്ങനെ നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഈ 8ാം മാസത്തിൽ വയറ്റിയിട്ടുണ്ട് അരി ഇടിച്ച ഉത്തമനെ നിങ്ങൾക്ക് കാണണോ? കാണണം. ഉത്തമ ഇതാണ് എന്റെ അനിയൻ ഉത്തമൻ, ലാസ്റ്റ് ഉള്ള ആളാണ്. ഇനി അരി ഇടിച്ചതിന്റെ ആണോ അരിയുടെ പ്രാക്കാന്നറിയാം, മേളോട്ട് വളർന്നിട്ടില്ല. പിന്നെ ബ്ലേഡ് അലർജി ഇല്ല, കത്രിക അലർജിയല്ല. കണ്ട അടുപ്പത്തിന്റെ പാചകത്തിന് അവിടെ നിന്ന് നിൽക്കുമ്പോഴേ ഇച്ചിരി വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തോണം കേട്ടോ. ഒരു നനഞ്ഞു നിന്നാലേ തീ കയറി പിടിക്കത്തില്ല, അതുകൊണ്ടാ. ചെല്ല ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തോണേടാ. അപ്പൊ മക്കളെ ആദ്യത്തെ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെണ്ണിന് മധുരം കൊടുത്തിട്ട് ചടങ്ങ് ആരംഭിക്കാം. മധുരം കൊണ്ടുപോവാ സുരേഷ്, മധുരം. അപ്പൊ ആദ്യത്തെ ചടങ്ങ് മധുരം കൊടുക്കാം. മക്കളെ സുഷമേ, മക്കളെ വേണ്ട, രാവിലെ മുമ്പ് നിങ്ങൾ തിന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 2:30 അങ്ങനെ ഓട്ടോളാണ് മക്കളെ. അപ്പി പൊന്ന് ചെല്ലക്കളി തിന്ന്. എനിക്ക് ഇനി ഈ ഓട്ടം ഇത് പോയാൽ ഈ തൊലഞ്ഞതാണ്, ഇനി ഓട്ടം കിട്ടൂല, അത് ഉറപ്പാണ്. എന്റെ അമ്മയേക്കാൾ വലിയ ആളാണോ നീ ഈ വീട്ടില്? ആണോ? നിന്റെ ഉദ്ദേശം എന്തോ? ഈ ചടങ്ങ് ഇവിടെ നടത്താൻ സമ്മതിക്കും നീ? എന്തായാലും മധുരം കൊടുത്തു കഴിഞ്ഞ് ചടങ്ങ് നടക്കട്ടെ. എന്തോ ചെയ്യാനാന്ന് പറയടാ. അപ്പൊ അത് അങ്ങനെ പോയി. വെറുതെ കിടന്നവനെ ഞാൻ വിളിച്ചോണ്ടാ, ആ തണലത്ത് കിടന്നവനെ കഷ്ടകാലത്തിന് അവനെ വിളിക്കുക. മക്കളെ അപ്പൊ അടുത്ത ചടങ്ങ് ഇറങ്ങാം. വെളിച്ചെണ്ണ എന്നോട്. അമ്മ എന്താ അമ്മ ഈ ചടങ്ങ്? ഈ ചടങ്ങ് എന്തോ? മക്കളെ ഈ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ തലയിൽ അമ്മ വെള്ളം ഇങ്ങനെ ഒഴിക്കും. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയ പെങ്കൊച്ച്, വലത്തോട്ട് വന്ന ആങ്കൊച്ച്. അപ്പൊ ബന്ധുക്കളെല്ലാം ഇത് കാണണം കേട്ടോ ഈ ചടങ്ങ്. മാമ എന്തിനാ ഊതുന്നത്? അല്ല വലത്തോട്ട് പോട്ടെ, അവന് ആങ്കൊച്ച് കിടന്നോട്ടെ. അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ. അത് വേണ്ടതേ. അത് വേണ്ടെങ്കിൽ ഞാൻ മേളോട്ട് ഊതാം. ഒന്നും വേണ്ട. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മിണ്ടായി. അടുത്ത ചടങ്ങെന്ന് പറയാം. അപ്പൊ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മാമനായ നീ വേണം ചെയ്യാൻ. ഞാൻ എന്തോ മേടിക്കും? ഞാൻ ദക്ഷിണ വാങ്ങിക്കണം. അല്ലടാ, അത് ഉടുപ്പ് മുണ്ട് തരുമോ? അല്ലടാ, എന്താ ഞാൻ ചെയ്യണം? അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മാമൻ ഞാൻ ചെയ്യാമ്മ. പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ എത്തുന്നത് വരെ വലത് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് നിൽക്കണം. അമ്മ എന്താ പറഞ്ഞേ? എടാ മൂത്ത മാമനല്ലേ നീ? അപ്പൊ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി ആട്ടോറിക്ഷയിൽ എത്തുന്നത് വരെ വലത് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് നിൽക്കണം. അമ്മ ഒരു 2 പോസ്റ്റൂടെ കയറാറുണ്ടമ്മ. ഞാൻ ഒന്ന് കയറിയിട്ട് ടൈം പറയാം. ഇവിടെ ചടങ്ങങ്ങനെ മാറ്റി വെക്കാൻ പറ്റത്തില്ലടാ. അമ്മ അമ്മ എന്തോ പറയും? ഇതിലേക്ക് ഞാൻ അറിഞ്ഞോ ഇത് ഇങ്ങനെയൊക്കെ? ഞാൻ അറിഞ്ഞ കേസ് കിട്ടാന്ന് ഇതൊക്കെ. അറിഞ്ഞെങ്കിൽ നീ വരത്തില്ലെന്ന് എനിക്കറിയാം. അമ്മ പിന്നെ എന്തിനമ്മ എന്റെ കയ്യിൽ കത്തിക്കുന്നു? ഇവിടെ നീയല്ലടാ മൂത്ത മാമൻ. എന്തോ നീ ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ കത്തിക്കാം. പിന്നെ
എല്ലാരും പെട്ടെന്ന് സഹകരിക്കണം. ഓഹോ, നീ ആട്ടോ സ്റ്റാർട്ട് അപ്പൊ എല്ലാരും പോയതിനു ശേഷമല്ലേ അണ്ണൻ ഇത് അണയ്ക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അവ കുഴപ്പമില്ല, ഞാൻ ആട്ടോ നമുക്ക് തുടങ്ങാം അല്ലേ? കത്തിച്ചോ. ദൈവത്തിന് മനസ്സിലാക്കി പെണ്ണിനെ ഇറക്കാനുള്ള യാത്രയൊക്കെ ചോദിച്ചു വേണം പെട്ടെന്ന് തന്നെ കേട്ടോ. ദൈവമേ ഭഗവാനെ, എല്ലാരും ഒന്ന് ഉത്സാഹിച്ച് പെട്ടെന്ന് ഇറങ്ങണേ. അയ്യോ എല്ലാരും ഒന്ന് പെട്ടെന്ന് മോളെ ഇതുവരെ ഇല്ലാത്ത അനുഗ്രഹം ഇപ്പൊ എന്തിനടിയുണ്ടാ? വഴക്ക് പറഞ്ഞാലും മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണണം. പെട്ടെന്ന് പോടി. ഓ എന്റെ കൈ വേവുന്നു പെട്ടെന്നാട്ട്. ഓണത്തിന് വരെ വരണേടാ. ശരി. അവളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണിക്കാം. രാത്രി പോടാ, എന്റെ കൈ വേവുന്നതാ. നിങ്ങൾ കുനിയല്ലടാ, നിങ്ങൾ കുനിഞ്ഞാൽ നൂരാൻ ഒരുപാട് താമസം പിടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കുനിയല്ലേ. പെട്ടെന്ന് അതുകൊണ്ടാ പെട്ടെന്ന് പെട്ടെന്ന് വെക്കണം. പെട്ടെന്ന് അമ്മ ഞാൻ പോവുകയാണ്. അമ്മ ഞാൻ അടുത്ത ഓണത്തിന് ഞാൻ വരും. ഇവിടെ ഓണം സംക്രാന്തിക്ക് ഇപ്പഴാണോ പറയുന്നത്? നീ എന്റെ കൈ നീല കരയുള്ള കൊണ്ടുവരും. അമ്മ അത് കൊടുത്തൊന്നും എനിക്ക് ഇവിടെ മഞ്ഞക്കറിയണം. അല്ല ഒരു പട്ട് കൊണ്ടുപോയി എനിക്ക്. ഞങ്ങൾ ഇപ്പൊ മരിക്കും. ഞാൻ ഇവിടെ കിടക്കട്ടെ. എന്റെ അമ്മ പിന്നെ അമ്മയുടെ കാര്യം പറയാൻ അമ്മ എപ്പോഴും നമ്മൾ അപ്പുറത്തെ ഗോമതി ചേച്ചി ചോദിക്കും. അമ്മ ഞാൻ നീ ചത്തോ എന്ന് ചോദിക്കാറുണ്ട്. നീ ഒന്ന് എഴുന്നേക്കാമോ? നീ ഒന്ന് എഴുന്നേക്കാമോ? ഗോമതി ചേച്ചി ചോദിക്കും അമ്മയാണോ എന്ന് എനിക്കൊരു സ്വതം എഴുന്നേക്കാനേ. എഴുന്നേറ്റ് പോടാ. എന്റെ അമ്മയെ കണക്ക് ഞാൻ കണ്ട ഒരു സ്ത്രീ ഞാൻ അങ്ങനെ ഞാനിപ്പോ എഴുന്നേറ്റ് പോടാ. എഴുന്നേറ്റ് പോ. എഴുന്നേറ്റ് പോടാ. അമ്മ പോടാ. അവസാനമായിട്ട് ഒന്നുകൂടെ എന്റെ കൈ വേവ്. ഇനി ആരെങ്കിലും ഉണ്ടോ തൊടാന്? ഇനി ആരെങ്കിലും ഉണ്ടോ? അയ്യോ കേബിൾ വാനും പിരിവിന് വന്നതെന്നാണ് അന്ന് അനുഗ്രഹം മേടിക്കുന്നത്. അത് നീ ചടങ്ങിന് വല്ല കുടുംബത്തുള്ളതാണോ? നീ ഇറങ്ങാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ നീ ഇറങ്ങ. അപ്പൊ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങണ്ടടാ. എല്ലാവരും ഇവിടെ തന്നെ താമസിക്കും. എന്റെ കൈ അനുഗ്രഹം മാറ്റും. അമ്മ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയാണ്. ഇത് 7ാം മാസമാണ്. 2 മാസം കഴിഞ്ഞ പ്രസവം. ഇപ്പൊ പ്രസവത്തിന് മുമ്പേ ഇവിടെ ഭർത്താവ് എന്റെ പുന്നാര അളിയൻ ഗൾഫിൽ നിന്ന് ഇവിടെ വരൂ. അതെങ്ങനെ വരും? അതെങ്ങനെ വരും? അതെങ്ങനെ? അവന് വരാൻ പറ്റത്തില്ലെന്ന്. അതെന്താ? അവൻ പോയിട്ട് 3 വർഷമല്ലേ ആയുള്ളൂ. നല്ല ബെസ്റ്റ് ഫാമിലി.